സ്റ്റുഡൻസ് എം എസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FIUGP BCom കോർപ്പറേഷൻ തേർഡ് സെമസ്റ്റർ മൈനർ കോഴ്സ് ആയിട്ടുള്ള ഫിൻടെക് ആണ്. സോ നമുക്ക് ഫിൻടെക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ടെക്നോളജി, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറുകളിൽ ടെക്നോളജിൻ്റെ ഇൻഫ്ലുവൻസും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എങ്ങനെയാണ് റൺ ചെയ്യുന്നതാണ് കുട്ടികൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. നിങ്ങളുടെ മൈനർ കോഴ്സാണ്. നമ്മുടെ ഇതിൻ്റെ ഓരോ പാർട്സ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫിൻടെക് അത് ഫിനാൻഷ്യൽ ടെക്നോളജിയാണ്. ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി വിത്ത് ഫിനാൻഷ്യൽ സർവീസസ്, ഏറ്റവും കീ ഡെഫിനേഷനായിട്ട് വരുന്ന ഒന്നാണിത്. ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി വിത്ത് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസിൽ നമ്മൾ ടെക്നോളജികൾ യൂസ് ചെയ്യാൻ നമുക്കറിയാം. നമ്മുടെ ഫിനാൻഷ്യൽ സർവീസ്, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെക്ടേഴ്സിൽ നമ്മൾ എപ്പോഴും അറിയേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് സെക്ടറിൽ ഒന്നാണ് ബാങ്കിങ്ങും അതേപോലെ തന്നെ ഇൻഷുറൻസും. ഈ രണ്ട് സെക്ടറുകളിൽ മെയിനായിട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആയിരിക്കാം നമ്മുടെ ഫിനാൻഷ്യൽ സർവീസിൽ ടെക്നോളജി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വരുന്ന ഫുൾ ഒരു ടെക്നോളജിക്കൽ യുഗമാണ്. ഇന്നോവേഷനായിട്ട് പുതിയ അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻഷുറൻസിലും ബാങ്കിങ്ങിലും ഒരുപാട് ചേഞ്ചസുകൾ ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് മെയിനായിട്ട് മൂന്നെണ്ണമാണ് ഫോക്കസ് ചെയ്യുന്നത്: ഇന്നോവേഷൻ, എഫിഷ്യൻസി ആൻഡ് ഇൻകൾഷൻ. ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് അവിടെ ആഡ് ചെയ്ത് പോവുക. ബാങ്കിങ് സെക്ടറൊക്കെ ആകുമ്പോൾ ക്രിപ്റ്റോ, അതേപോലെ തന്നെ P2P, ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പുതിയ പുതിയ ടെക്നോളജികളും ട്രെൻഡുകളും നമ്മൾ ഫിനാൻഷ്യൽ സർവീസസിലും ബാങ്കിങ്ങിലും ടെക്നോളജി അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, പേയ്മെൻറ്റ്സ്, ക്രിപ്റ്റോ കറൻസീസ് ആൻഡ് ബ്ലോക്ക് ചെയിൻ. നമുക്ക് ഈ ഒരു 3 ഏരിയാസിലും ടെക്നോളജി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോൺപേ, UPI ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ടെക്നോളജിയിൽ അവിടെ ഒരു മെയിനായിട്ട് ആ ഒരു ഫിനാൻഷ്യൽ സെക്ടറിനെ ഫോക്കസ് ചെയ്യുന്നു. നമുക്കറിയാം ടെക്നോളജികൾ നമ്മൾ പല ഏരിയാസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ സർവീസസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സേഫും ആൻഡ് സെക്യൂറും ഫാസ്റ്റായിട്ട് അവിടെ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് പോയിന്റ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോൾ മൊബൈൽ ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഡിജിറ്റൽ വാലറ്റ്സ്. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ബാങ്കിങ് ഈ പറഞ്ഞ പോലെ തന്നെ ക്രെഡും അതേപോലെ തന്നെ UPI എല്ലാം ഒരു മൊബൈൽ ബാങ്കിങ്ങിൽ വരുന്നതാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് നമ്മൾ ഓൾ ഓവർ ദി വേൾഡിൽ അറ്റ് എനി ടൈം എനിവേർ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അവൈലബിളായി കിട്ടുന്നൊരു സംവിധാനമാണ്. ഡിജിറ്റൽ വാലറ്റ്സുകൾ, ക്രിപ്റ്റോ കറൻസികൾ, ബിറ്റ് കോയിൻസ് ഒക്കെ ഇതിനൊരു മെയിനായിട്ട് വരുന്ന ഒന്നാണ്. ഇനി പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽ ടൈം മണി ഉണ്ടായിരിക്കാം. നെഫ്റ്റ്, UPI ആണ് നമ്മൾ പേയ്മെൻറ്റ് സിസ്റ്റത്തിലായിട്ട് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്രിപ്റ്റോ കറൻസി പറഞ്ഞൊരു സെക്ഷനിലാണ് ബിറ്റ് കോയിൻ ഒക്കെ അവിടെ വരുന്നത്. ഇനി ബ്ലോക്ക് ചെയിൻ ടെക്നോളജികളിൽ അത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജറും ആപ്ലിക്കേഷൻസ് ഫിനാൻസിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും ടെക്നോളജിക്കലി ബ്ലെൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഡിജിറ്റൽ ഫിനാൻസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഫിനാൻസ്. ഇത് യൂണിറ്റ് 2 എന്നൊക്കെ നമുക്ക് ഓരോ സബ്സെക്ഷനുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 വരുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസിനെ ഓരോരോ യൂണിറ്റ് വൈസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ഡിജിറ്റൽ ചാനൽസ് ഫോർ ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസിൽ നമ്മൾ ഡിജിറ്റലായിട്ട് യൂസ് ചെയ്യുന്ന ചാനലുകളുടെ ഇംപ്ലിമെൻറ്റ് അവിടെ കൊണ്ടുവരിക. ഇത് കൂടായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫിനാൻസ് മോഡൽസ് ഡിജിറ്റലിയും അതേപോലെ ട്രഡീഷണൽ ടെക്നോളജികളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഓഫ് മണി ഹ്യൂജ് പീപ്പിളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു പർപ്പസിനെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡിജിറ്റൽ ഫിനാൻസിൽ ക്രൗഡ് ഫണ്ടിങ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. P2P ലെൻഡിങ്, പിയർ ടു പിയർ ലെൻഡിങ്, ഡയറക്റ്റ് ലെൻഡിങ് വിത്തൗട്ട് ട്രഡീഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ ലെൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് P2P ലെൻഡിങ് എന്ന് പറയുന്നത്. ഇനി ടെക്നോളജികൾ നമ്മൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ മോഡൽസുകൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസിനെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാനും അതേപോലെ തന്നെ സെക്യൂറായി റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
സോ ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എല്ലാ ടെക്നോളജികളും നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ സെക്ടറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഗ്രോത്ത് അവിടെ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ. ഇതിൻ്റെ പാർട്ട് വീഡിയോ നമ്മൾ ഉടൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.